ഹലോ, വെൽക്കം ടു നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനായി ഞാനിവിടെ 2 ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മറ്റൊരു പാത്രത്തിൽ അഗർ അഥവാ ചൈനാഗ്രാസ് ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ 10 ഗ്രാമിൻ്റെ ചെറിയൊരു പാക്കറ്റാണ് ചേർക്കുന്നത്. അഗർ കയ്യിലില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആ പാലിൻ്റെ മിക്സിലേക്ക് ഇപ്പോൾ തന്നെ ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെയും ബ്രെഡിൻ്റെയും മിക്സ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 50 ഗ്രാം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ചേർക്കാവുന്നതാണ്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നതിന് പകരം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ചോക്ലേറ്റ് ചേർത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത ബട്ടർ ഇതിൽ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ പുഡിംഗ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ബട്ടർ പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാം. ഞാനിതിവിടെ 2 പാത്രത്തിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഒക്കെ സെറ്റായി നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ വിതറി കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.